2 ശമൂവേൽ 7-ാം അധ്യായം 4-5 വാക്യങ്ങൾ. എന്നാൽ അന്ന് രാത്രി യഹോവയുടെ അരുളപ്പാട് നാഥാൻ ഉണ്ടായതെന്തെന്നാൽ, എന്റെ ദാസനായ ദാവീദിനോട് നീ ചെന്ന് പറക, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ അധിവസിക്കേണ്ടതിന് നീ എനിക്കൊരു ആലയം പണിയുമോ? 2 ശമൂവേലിന്റെ പുസ്തകത്തിൽ ഇസ്രായേലിന്റെ രാജാവായ ദാവീദുമായുള്ള ആശയവിനിമയത്തിലൂടെ ദൈവം ഒരു അഭിഷിക്ത പ്രവാചകനായി പ്രവർത്തിക്കുന്നത് തുടരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദൈവത്തിന്റെ പ്രാവചനിക അധികാരവും അവന്റെ ജനത്തിന്റെ കാര്യങ്ങളെ നയിക്കുന്നതിലുള്ള സജീവമായ ഇടപെടലും ഈ പുസ്തകം പ്രകടമാക്കുന്നു. ഈ വേദഭാഗത്തിലും നാഥാനിലൂടെ ദൈവം തന്റെ പദ്ധതികളും വാഗ്ദാനങ്ങളും ദാവീദിനോട് അറിയിക്കുകയും നാഥാനെ തന്റെ പ്രവാചകനായി സ്ഥാപിക്കുകയും ചെയ്യുന്നതായി നമുക്ക് കാണാം. 2 ശമൂവേൽ 12-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വേദഭാഗത്തിൽ ബേത്ശേബയുമായുള്ള പാപത്തെക്കുറിച്ച് നാഥാൻ ദാവീദിനെ ശാസിക്കുകയും തുടർന്നുള്ള